അനുമോദ് ഇനിയിപ്പോൾ ഈ കൂടുതൽ കടാവർ നായ്ക്കൾ അവിടെയുണ്ട്, കൂടുതൽ മരണം സംഭവിച്ചോ എന്ന് അറിയണം. അതിൻ്റെ വ്യക്തത പറയണമെങ്കിൽ കുറച്ച് കാലമെടുക്കും, സംശയമില്ല, കുറച്ച് സമയമെടുക്കും, സംശയമില്ല. കാരണം അത്രത്തോളം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു പൂർണ്ണ രൂപത്തിൽ കിട്ടിയത്. 9 മൃതദേഹ അവശിഷ്ടങ്ങളാണ് ലഭ്യമായത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 6 പേരെ മാത്രം തിരിച്ചറിയുന്നു. ICUവിൽ 10 പേർ, അതിൽ 5 പേർ ഗുരുതരാവസ്ഥയിൽ. അങ്ങനെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഒരുപക്ഷെ വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണല്ലേ? രഞ്ജിത്ത്, ദുരന്തത്തിന്റെ വ്യാപ്തി അത് തന്നെയാണ് നാട് മുഴുവൻ ഞെട്ടിക്കുന്നത്. കാരണം സാധാരണ ഒരു അപകടത്തിലേതുപോലെയല്ല ഈ വെടിക്കെട്ടിൽ ഉണ്ടാകുന്ന പരിക്കുകൾ. അത് ജീവന് ഏറ്റവും ഹാനി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ പരിക്കേൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങൾക്കൊക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത് റിക്കവറി എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകൾ, ഇതൊരു മഹാദുരന്തമാകാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനം ഈ എത്ര പേർ ഇതിൽ പെട്ടു എന്നുള്ളത് തിരിച്ചറിയുകയാണ്. അതിൽ തന്നെ ദുരന്തത്തിൽ മരിച്ചവരുടെ അല്ലെങ്കിൽ അവരെ ആരെല്ലാമാണെന്ന് തിരിച്ചറിയാൻ വലിയ പ്രതിസന്ധിയുണ്ട്. ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലായി ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് പലതും കണ്ടെടുത്തിട്ടുള്ളത്. അതൊക്കെ ആരുടെയെല്ലാമാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് DNA പരിശോധനയോട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ ശരീരം പല ഭാഗങ്ങളിലായിട്ട് ചിന്നിച്ചിതറിയതാകാം. അപ്പോൾ ഓരോ ശരീരഭാഗങ്ങളും ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അത് DNA പരിശോധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത് എന്ന് നമുക്ക് പ്രാഥമികമായിട്ടൊരു വിവരമുണ്ട്. പക്ഷേ അത് അല്പം കൂടുവാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതിൽ സംശയിക്കുന്ന ആളുകളുടെ എല്ലാ ബന്ധുക്കളുടെയും ഈ ശരീരഭാഗങ്ങൾ സാമ്പിൾ ശേഖരിച്ചത് അതുമാണ് DNA പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതായത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന തിരിച്ചറിയാത്ത എല്ലാവരുടെയും ബന്ധുക്കളുടെ DNA ശേഖരിച്ച് അതാണ് ഈ ലഭിച്ച ശരീരഭാഗങ്ങളുടേതുമായിട്ട് സാമ്പിൾ പരിശോധന നടത്തുക. ഇത് നമ്മൾ ദുരന്തമുഖത്തുകളെല്ലാം കണ്ടതാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലൊക്കെ ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ തിരിച്ചറിഞ്ഞത്, ഈ മരണത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞതും ഈ DNA പരിശോധനാ ഫലങ്ങൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അപ്പോൾ അത്തരം നടപടികൾക്കാണ് ഒരു ഘട്ടത്തിൽ ഇനി ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതായത് മൃതശരീരങ്ങൾ ആരുടേതെല്ലാമാണെന്ന് തിരിച്ചറിയുക.